നമ്മളുണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ. നമ്മുടെ കാശ് വാങ്ങി ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ. അധികാരവർഗത്തിൻ്റെ പവറാണ് എല്ലാ കാലത്തും ചരിത്രങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. സമരത്തെ പൊളിക്കാൻ എല്ലാ കാലത്തും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇത്. വർഗീയമാണ്, അല്ലെങ്കിൽ ഇതേതെങ്കിലും തരത്തിൽ ഗൂഢലക്ഷ്യങ്ങൾ പേർന്നതാണ് എന്ന് പറയുന്നത്. 1921 എന്നൊരു വർഷം ഉണ്ടായിട്ടുണ്ട്. അതിനു മുൻപും ശേഷവും നടന്ന ഒരുപാട് ചെറുത്തുനിൽപ്പുകളുടെ കഥ മലബാറിലെ മനുഷ്യന്മാർക്ക് പറയാനുണ്ട്, മാപ്പിളമാർക്ക് പറയാനുണ്ട്. അതേതെങ്കിലും തരത്തിൽ ഒരു വർഗീയത ഇൻറ്റൻഷൻ ആയിക്കൊണ്ട്, മോട്ടീവായിക്കൊണ്ട് നടന്നിട്ടുള്ള സമരങ്ങളുമായിരുന്നില്ല. എല്ലാ രേഖകളും നശിപ്പിച്ച് കളയണമെന്ന് ഹിച്ച്കോക്കിൻ്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ സാമ്രാജ്യത്വം തീരുമാനിച്ചിടത്ത് നിന്ന് ഒരു സമര പ്രഖ്യാപനമായിക്കൊണ്ട് അത് കണ്ടെത്തുക എന്നുള്ള പുസ്തകമായിരുന്നു. പുസ്തകം അടച്ചു വെച്ച ശേഷമാണല്ലോ നമുക്ക് ഒരുപാട് ചർച്ചകൾ ഉണ്ടാകുന്നത്. ഇതിൽ ശരി എത്രയുണ്ട്, തെറ്റെത്രയുണ്ട് എന്നുള്ളത്. എല്ലാത്തിനും അനുബന്ധമായി റെഫറൻസുകൾ വെക്കുന്നുണ്ടെങ്കിൽ കൂടി ആ ആധികാരികതയും ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വായനക്കാരനുണ്ട്. 1921 മലബാർ സമരത്തിൻ്റെ 100-ാം വർഷത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. 2021 എന്ന വർഷം തുടങ്ങിയത് മുതൽക്കു തന്നെ കേരളത്തിൽ വിശേഷ്യ മലബാർ സമരത്തെക്കുറിച്ചുള്ള ഒരുപാട് ചർച്ചകൾ, വാദങ്ങൾ, പ്രതിവാദങ്ങൾ, സംവാദങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. ആ ചർച്ചകളുടെ കൂട്ടത്തിലേക്ക് അവസാനമായിക്കൊണ്ട് ഒരു വിഷയമായിക്കൊണ്ട് കടന്നു വന്നതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സുൽത്താൻ വാര്യൻകുന്നൻ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പുസ്തക പ്രകാശനം. ആ പുസ്തകം ഉണ്ടാക്കിയ ഒരു ആകാംക്ഷയും അതിനുശേഷം അത് വായിച്ചതിന് ശേഷമുള്ള ചർച്ചകളുമൊക്കെ പല ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ ഇടയിലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പുസ്തകം വായിച്ച, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വായനാനുഭവം എന്ന നിലയിൽ മാത്രം ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. 1921 മാപ്പിള ലഹള, അല്ലെങ്കിൽ മാപ്പിള സമരം, മലബാർ സമരം, കാർഷിക സമരം, മലബാർ ലഹള, ഇത്തരം ഒരുപാട് പേരുകളിൽ വിശേഷിപ്പിക്കപ്പെട്ട മലബാർ സമരത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിലൊന്നായ, ഒരുപാട് ലെയറുകളിലൊന്നായ ഒരു കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ പുസ്തകം സംസാരിക്കുന്നത്. അതെ, സുൽത്താൻ വാര്യൻകുന്നൻ. 1921 മലബാർ സമരം എന്ന് പറയുന്നത് ചരിത്രത്തിൽ വിശേഷിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഓർമ്മിക്കേണ്ടുന്ന വളരെ വിപ്ലവാത്മകരമായിട്ടുള്ള ഒരു ഏട് തന്നെയാണ്. ആ ചരിത്ര യാഥാർത്ഥ്യത്തെ നമ്മൾ നിഷേധിക്കേണ്ട കാര്യമില്ല. മലബാർ കലാപം അല്ലെങ്കിൽ സമരം എന്ന് പറയുന്നത് 1921 തുടങ്ങുകയും 1921 അവസാനിക്കുകയും ചെയ്ത ഏതെങ്കിലും ഒരു യുദ്ധത്തിൻ്റെ കഥയല്ല. അത് 1800കളുടെ മധ്യത്തിൽ തുടങ്ങുകയും 920ഓളം നീളുകയും ചെയ്ത ഒരു വലിയ ചെറുത്തുനിൽപ്പിൻ്റെ, വലിയ കാലഘട്ടം നീളുന്ന ചെറുത്തുനിൽപ്പിൻ്റെ പേരാണ് മലബാർ സമരം എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുള്ള, ദൃശ്യരായതിൽ കൂടുതൽ അദൃശ്യരായിക്കൊണ്ട് ആളുകൾ പങ്കെടുത്തിട്ടുള്ള, നമ്മൾ കേട്ടിട്ടുള്ള പേരുകളെക്കാൾ കൂടുതലായിക്കൊണ്ട് ഒരുപാട് ആളുകൾ ജീവത്യാഗം ചെയ്ത, ജീവിച്ചിരിക്കെ തന്നെ അതിലുമധികം ത്യാഗങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വലിയ കാലഘട്ടമാണ് മലബാർ സമരം എന്ന് പറയുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം, ഒരുപാട് ചർച്ചകൾ ഇതിനിടയിൽ വന്നു പോയിട്ടുണ്ട്. അതിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള മാനങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ വന്നു പോയിട്ടുണ്ട്. അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. കാരണം ആ കാലത്തുണ്ടായിരുന്ന സ്ത്രീകളും പുരുഷന്മാരും ജാതി മത ഭേദമന്യേ ഈ ഭൂപ്രദേശത്ത് ജീവിച്ചിരുന്നവർ അനുഭവിച്ചിരുന്നൊരു ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, അവർ കടന്നുപോയിട്ടുള്ള ഒരു വലിയ സമര വഴികളെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ചു കിടന്ന, അല്ലെങ്കിൽ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന് കീഴിലൊക്കെയും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ഒരു കൂട്ടം മനുഷ്യരുടെ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ കഥയായി തന്നെ അതിനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. പുസ്തകം ഇറങ്ങിയ മുതൽക്ക് തന്നെ വാര്യൻകുന്നൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് ചർച്ചാ വിഷയം. അതിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ വളരെ ആകാംക്ഷാപൂർവ്വം നമ്മൾ നോക്കിക്കാണുകയും പിന്നീട് പുറത്തിറക്കപ്പെടുകയും ചെയ്ത ചിത്രത്തിൻ്റെ ആധികാരികതയെക്കുറിച്ചൊക്കെ ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ചർച്ചകൾ നടന്നുകൊണ്ട് തന്നെ ഇരിക്കട്ടെ. നമുക്ക് പുസ്തകത്തിലേക്ക് പോവാം. ഈ പുസ്തകത്തെ ഒരു 1921 മലബാർ സമരത്തിൻ്റെ ഒരു ആധികാരിക രേഖ പോലെ കാണേണ്ടുന്ന ഒന്നല്ല.
ഇത് വാര്യംകുന്നൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ചരിത്ര വായനയാണ്, അല്ലെങ്കിൽ ഒരു റെഫറൻസ് പതിപ്പാണ്. ഒരു ഗംഭീര സാഹിത്യ സൃഷ്ടിയെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സമരത്തിൻ്റെ മുഴുവനായിട്ടുമുള്ള ചിത്രമെന്നോ പറയാവുന്നതിലപ്പുറത്ത് വളരെ രസകരമായിക്കൊണ്ട് ഏതൊരു 10ാം ക്ലാസ്സിലെ കുട്ടിക്കും മനസ്സിലാകാൻ ഉതകുന്ന തരത്തിൽ വാര്യംകുന്നൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ നിന്ന് അദ്ദേഹം ഉണ്ടാക്കി വെച്ച ഒരു വിപ്ലവത്തെക്കുറിച്ചും അദ്ദേഹം നയിച്ച ഒരു സമരത്തെക്കുറിച്ചും അദ്ദേഹം കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഒരു ചരിത്ര വായനയാണ് റമീസിൻ്റെ സുൽത്താൻ വാര്യംകുന്നൻ എന്ന് പറയുന്ന പുസ്തകം. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു റെഫറൻസ് പതിപ്പ് എന്നൊക്കെ പറയുന്നത് തന്നെയായിരിക്കും കൂടുതൽ ഉചിതമെന്ന് കരുതുന്നു. കാരണം ഓരോ പാരഗ്രാഫിനും എന്നോണം റെഫറൻസ് സൂചിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് പുസ്തകങ്ങളിൽ നിന്ന്, വിശിഷ്യ AK കോഡൂരിൻ്റെ ആംഗ്ലോ മാപ്പിള യുദ്ധം എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നൊക്കെ ഒരുപാട് റെഫറൻസുകൾ എടുത്തുകൊണ്ടാണ് ഈ പുസ്തകം മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് എല്ലാ തരത്തിലുമുള്ള, അഥവാ ഹിച്ച്കോക്ക് പറഞ്ഞതിനെയും മാധവൻ നായർ പറഞ്ഞതിനെയും AK കോഡൂർ പറഞ്ഞതിനെയും അതുപോലെ തന്നെ MP നാരായണ മേനോൻ പറഞ്ഞതിനെയും ഒക്കെ കോട്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ഗ്രന്ഥകാരന് ഏറ്റവും ശരിയെന്ന് തോന്നുന്നതിനെ ശാസ്ത്രീയമായി ശരിയാണെന്ന് വ്യാഖ്യാനിക്കുന്ന രീതിയാണ് പുസ്തകം സ്വീകരിച്ചിട്ടുള്ളത്. അതേതെങ്കിലും തരത്തിൽ ഏകപക്ഷീയമാണ് എന്ന് പറയേണ്ടതില്ല. എല്ലാത്തിനെയും കോട്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ലേഖകൻ അല്ലെങ്കിൽ ഗ്രന്ഥകാരന് ശരിയെന്ന് തോന്നുന്ന ഒരു കഥ തന്നെയാണ് പറഞ്ഞു വരുന്നത്. പുസ്തകം കോട്ട് ചെയ്യുന്ന കമ്പളത്ത് ഗോവിന്ദൻ നായരുടെ വരികളിൽ അന്നിരുപത്തൊന്നിൽ എന്ന് പറയുന്ന പാട്ടിലെ ഒരു ഭാഗമുണ്ട്. അതിങ്ങനെയാണ്: നമ്മളുണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ, നമ്മുടെ കാശ് വാങ്ങി ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ. മലബാർ വിപ്ലവം എന്ന് പറയുന്ന സമര പോരാട്ടങ്ങൾ എന്തിനു വേണ്ടിയുണ്ടായി എന്നുള്ളതിൻ്റെ കാരണത്തെ കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഈ വരികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1921 മലബാർ വിപ്ലവത്തെ ഒരു വർഗീയ കലാപമായും കാർഷിക ലഹളയായും ഖിലാഫത്തിൻ്റെ ബാക്കിയായിട്ടുള്ള ഒരു സായുധ വിപ്ലവമായും ഒക്കെ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഏതു സ്വഭാവത്തിലാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതിൽ പുസ്തകം തന്നെ കോട്ട് ചെയ്യുന്ന മറ്റൊരു ഉദാഹരണവും കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അത് NN മൂസത്തിൻ്റെ വരികളാണ്. അദ്ദേഹം ഇങ്ങനെ പറയുന്നു: മലബാർ കലാപം മാപ്പിള ലഹളയാണെന്ന് പറയുമ്പോൾ അതിൽ മാപ്പിള ഹിന്ദു വിഭാഗീയതയിലുള്ള ജനപങ്കാളിത്തവും, കാർഷിക ലഹള എന്ന് പറയുമ്പോൾ കർഷക ഭൂവുടമ വിഭാഗീയതയിലുള്ള ജനകീയ പങ്കാളിത്തവും, ഖിലാഫത്ത് നിസ്സഹകരണ സമരം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായ ജനപങ്കാളിത്തവും, സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരായ ജനപങ്കാളിത്തവുമാണ് ഉണ്ടാവുക. ഈ ഘടകങ്ങളെല്ലാം കൂടി ചേർന്നാലോ അതായിരുന്നു മലബാർ കലാപത്തിൻ്റെ സ്വഭാവം. അഥവാ മലബാർ കലാപം എന്ന് പറയുന്നത് കേവല കാർഷിക വിപ്ലവമായിരുന്നില്ല. മലബാർ വിപ്ലവം എന്ന് പറയുന്നത് കേവല വർഗീയ ലഹളയായിരുന്നില്ല. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വഭാവത്തിലേക്ക് ചുരുക്കാൻ പറ്റുന്ന ഒന്നുമായിരുന്നില്ല. അത് അടിച്ചമർത്തപ്പെട്ട തൊഴിലാളികളുടെ, അടിമത്തം പേറേണ്ടി വരുന്ന തൊഴിലാളികളുടെ ജന്മിമാർക്കെതിരെയുള്ള സമരപ്രഖ്യാപനമായിരുന്നു. അത് ലോയൽ മാപ്പിളമാർക്കെതിരെ സാധാരണക്കാരായ കർഷകരായ മാപ്പിളമാരുടെ പ്രതിഷേധമായിരുന്നു. അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി ജനങ്ങളുടെ ചെറുത്തുനിൽപ്പായിരുന്നു. അതിൽ ഈ ഘടകങ്ങളെല്ലാം പങ്കുവഹിച്ചിട്ടുണ്ട്. അത് 1921 മലബാർ സമരത്തെക്കുറിച്ചുള്ളൊരു യാഥാർത്ഥ്യമാണ്. വീണ്ടും വാര്യംകുന്നനിലേക്ക് വന്നാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള രേഖകൾ കൂടുതലായി ലഭ്യമാവുന്നില്ല, അല്ലെങ്കിൽ ലഭ്യമാവാൻ സാധിക്കാത്ത വിധം ഹിച്ച്കോക്കിൻ്റെ നേതൃത്വത്തിൽ ചരിത്രത്തിൽ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ 10 വർഷം നീണ്ട പ്രയത്നത്തിലൊടുവിൽ എന്ന് പറഞ്ഞതുപോലെ അവർ കണ്ടെത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഗ്രന്ഥകാരൻ കണ്ടെത്തിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് നിലവിലുള്ള മലയാളത്തിലും അല്ലാതെയുമായി പബ്ലിഷ് ചെയ്ത് വന്നിട്ടുള്ള 1921 മലബാർ വിപ്ലവത്തെക്കുറിച്ചുള്ള, മലബാർ സമരത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പകുതിയിലധികവും സംസാരിക്കുന്നത്. കൂടുതലായിക്കൊണ്ട് ഫ്രഞ്ച് ആർക്കൈവ്സിൽ നിന്നും മറ്റുമുള്ള രേഖകൾ മാത്രമാണ്, അല്ലെങ്കിൽ രേഖകളാണ് സംസാരിക്കുന്നത്. വാര്യംകുന്നൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ജീവിതമാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്.
ഫ്ലാഷ് ബാക്ക് പോലെ പിന്നീട് പറഞ്ഞു പോകുന്ന, കുറച്ച് കാലത്തെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തെ, അദ്ദേഹത്തിൻ്റെ നേച്ചറിനെ വിശകലനം ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങളും പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിൽ ഉണ്ടായ സംഭവങ്ങൾ എങ്ങനെ മലബാർ സമരത്തെ സ്വാധീനിച്ചു എന്നുള്ളത് തന്നെയാണ് പുസ്തകം പറയുന്നത്. അതിനകത്ത് സ്വാഭാവികമായും ഒരു വലിയ കുടുംബത്തിൽ ജനിക്കുകയും സമ്പത്തുള്ള വീട്ടിലെ കുട്ടിയായി വളരുകയും ഒക്കെ ചെയ്തിട്ടും എല്ലായ്പ്പോഴും ഒരു സമരപ്രഖ്യാപനത്തിന് വേണ്ടി മുറ കൂട്ടുന്ന പോലെയുള്ള സ്വഭാവമുള്ളൊരു ചെറുപ്പക്കാരനായി തന്നെയാണ് സുൽത്താൻ വാരിയംകുന്നനെ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, ചരിത്രത്തിൽ നമ്മൾ ഇന്നുവരെ കേട്ട കഥകളിലൊക്കെ ആലി മുസ്ലിയാരും വാരിയംകുന്നനും ഒക്കെ നയിച്ച ഒരു യുദ്ധമുണ്ട്, അല്ലെങ്കിൽ ഒരു സമര പ്രഖ്യാപനമുണ്ട്. പുസ്തകത്തിൽ കുറച്ചുകൂടി അത് വാരിയംകുന്നനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നു. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇത് വാരിയംകുന്നൻ്റെ കഥയാണ്. ഇത് 921 മലബാർ സമരത്തിൻ്റെ കഥയല്ല, വാരിയംകുന്നൻ്റെ കഥയാണ്. അദ്ദേഹം കുറച്ച് കാലങ്ങളിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സമരങ്ങളിലും പങ്കെടുക്കുകയും അത്തരത്തിൽ ചെറിയ അസ്വാസ്ഥ്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ വീട്ടുകാരെല്ലാവരും കൂടി പിടിച്ചിട്ട് പിന്നീട് മക്കയിലേക്ക് ജോലിക്ക് വേണ്ടിയൊക്കെ പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാലം അദ്ദേഹം മക്കയിൽ ജീവിക്കുകയും പിന്നീട് തിരിച്ചെത്തിയതിന് ശേഷം അതിന് മുൻപില്ലാത്തവണ്ണം സൈലൻ്റ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അങ്ങനെ 1899 പോയി 1905 തിരിച്ചെത്തുന്ന, ഈ വിദേശ ജീവിതത്തിന് ശേഷം തിരിച്ചെത്തുന്ന വാരിയംകുന്നൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും തരത്തിൽ പണ്ടുണ്ടായിരുന്ന സ്വഭാവവുമായി ഒത്തുപോകുന്ന ജീവിത രീതിയായിരുന്നില്ല പിന്നീട് നയിച്ചത്. അഥവാ അതിനു മുൻപ് വളരെ വിപ്ലവകാരിയായിട്ടുള്ള, ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന, സമരങ്ങളിൽ പണിഷ്മെൻറ്റ് വാങ്ങി നാട് കടത്തപ്പെടുന്ന, അത്തരത്തിൽ ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥരുടെ കണ്ണിലെ കരടായി മാറുന്ന, എപ്പോഴും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു. പിന്നീട് ഉണ്ടായിരുന്നു 1905 അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നില്ല. പിന്നീടും പലതരത്തിലുള്ള പോക്കുകളും വരവുകളും ഒക്കെ ഉണ്ടെങ്കിലും ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വാരിയംകുന്നനെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ പിന്നീട് മലബാറിലെ ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്ത വിധം ഇവിടുത്തെ ജന്മിമാരും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ നിരന്തരമായ ആക്രമണങ്ങൾ അവസാനം ഓഗസ്റ്റ് 1 തിരുരങ്ങാടി സംഭവത്തിലേക്ക് കൊണ്ടെത്തിച്ചപ്പോൾ അതിനുശേഷം ആലി മുസ്ലിയാരുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെയുള്ള ആളുകൾ യോഗം ചേരുകയും എന്തെങ്കിലും തരത്തിൽ നമുക്കിതിനെ പെട്ടെന്ന് പ്രതിരോധിക്കുകയും ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുമ്പോൾ അന്നാണ് വീണ്ടും വാരിയംകുന്നൻ ഉദയം ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദം ഉയർന്നു കേൾക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പിന്നീട് ഉണ്ടാവുന്നത് ചരിത്രമാണ്. പിന്നീട് ഉണ്ടാവുന്നതാണ് നമ്മൾ ഈ മലബാർ സമരം എന്ന് പേരിട്ട് വിളിക്കുന്ന യുദ്ധത്തിൻ്റെ കഥ എന്ന് പറയുന്നത്. നിരന്തരമായ ചെറുത്തുനിൽപ്പുകൾ അതിനു മുൻപുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ നിരാകരിക്കുകയല്ല. പക്ഷെ പിന്നീടാണ് വാരിയംകുന്നൻ നയിക്കുന്ന ഒരു സമരം ഉണ്ടാവുന്നത്. പുസ്തകം പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇവർ സൂചിപ്പിക്കുന്നത് പോലെ, ഒരു സമാന്തര ഭരണകൂടം സ്ഥാപിക്കുന്ന രൂപത്തിൽ, ആ സമാന്തര ഭരണകൂടത്തിൽ എല്ലാ വിധത്തിലുമുള്ള ഉദ്യോഗസ്ഥരെയും വളരെ ഓർഗനൈസ്ഡ് ആയിക്കൊണ്ടുള്ള ഒരു ഭരണ രീതിയെയും പാസ്പോർട്ടിനെയും പാസിനെയും ഒക്കെ സ്ഥാപിക്കുന്ന രൂപത്തിലുള്ള ഒരു ഭരണകൂട സ്ഥാപനം ഉണ്ടാവുന്നത് പിന്നീടാണ്. അതിലേക്ക് നയിച്ച നേരത്തെ പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായതിനു ശേഷം പെട്ടെന്നൊരു ദിവസം രാത്രിയിൽ ഉണ്ടാകുന്ന തീരുമാനപ്രകാരം, ആലി മുസ്ലിയാരുടെയൊക്കെ നേതൃത്വത്തിൽ വിളിച്ച യോഗത്തിൻ്റെ തീരുമാനം എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അന്ന് എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ള ചർച്ചയുണ്ടായപ്പോൾ വാരിയംകുന്നൻ എഴുന്നേറ്റ് പറഞ്ഞു, നമുക്ക് പ്രതിരോധിക്കാം. കാരണം നമ്മുടെ ഇടയിൽ ഒരുപാട് ആളുകളുണ്ട്, പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ആയുധ പരിശീലനം നേടിയ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അസ്വസ്ഥരായിക്കൊണ്ട് റിട്ടയർമെൻറ്റ് ജീവിതം നയിക്കുന്ന പട്ടാളക്കാർ, അത്തരത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് അവരെ ഉപയോഗപ്പെടുത്താം, ആയുധങ്ങൾ എടുക്കാം എന്നൊക്കെയുള്ള ഒരു നിർദ്ദേശം വാരിയംകുന്നൻ്റെ അടുത്തു നിന്നുണ്ടായെങ്കിലും അത് ആളുകൾ അംഗീകരിച്ചില്ല. പക്ഷേ വീണ്ടും പ്രശ്നങ്ങളുണ്ടായ സാഹചര്യത്തിൽ വാരിയംകുന്നനെ നേതാവാക്കിക്കൊണ്ട് ഒരു കലാപത്തിന്, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള യുദ്ധത്തിന് ആളുകൾ തയ്യാറാവുകയും അതിൻ്റെ നേതൃത്വം വാരിയംകുന്നൻ ഏറ്റെടുക്കുകയുമാണ് ചെയ്യുന്നത്. അതിനുശേഷം നടന്ന പ്രധാനപ്പെട്ട കോട്ട് ചെയ്യേണ്ടുന്ന ഒരു യോഗം, അല്ലെങ്കിൽ ഒരു സംഭവം എന്ന് പറയുന്നത് തെക്കേക്കളം യോഗമാണ്. പൂക്കോട്ടൂരിൽ വെച്ച് നടന്ന. ഒരു പക്ഷേ വാരിയംകുന്നൻ ഈ പറഞ്ഞ പോലെയുള്ളൊരു സമാന്തര ഭരണകൂടമോ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമോ നടത്തിയതിന് ശേഷം രണ്ടാമത്തെ ദിവസം രാത്രി തന്നെയാണ് ഈ തെക്കേക്കളം യോഗം നടക്കുന്നത്.
തെക്കേക്കളം യോഗത്തിൽ ഇനി ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഇനി ഉണ്ടാവുന്ന ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് അവർ പ്ലാൻ ചെയ്യുകയും അത് വിശദമായി പോയിന്റ് ഔട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിൽ പുസ്തകത്തിൽ പറയുന്നു, അതിലെ ഒന്നാമത്തെ തന്നെ പോയിന്റ് ആയിക്കൊണ്ട് ഞാൻ ഓർക്കുന്നത്, നാട്ടിൽ പ്രശ്നം നിലനിൽക്കുന്ന സമയമായതിനാൽ ഏതെങ്കിലും തരത്തിൽ ഹിന്ദുക്കളെ മുസ്ലിമീങ്ങളാക്കി മാറ്റാനോ മതപരിവർത്തനം നടത്താനോ ശ്രമിക്കരുത് എന്നുള്ളതാണ്. നാട്ടിൽ അശാന്തിയുള്ള സമയത്ത് മതപരിവർത്തനം നടത്താൻ ശ്രമിക്കരുത്. രണ്ടാമത്, ഹിന്ദുക്കൾക്ക് പ്രയാസമുണ്ടാക്കുന്ന, നമ്മുടെ സഹോദരന്മാർക്ക് പ്രയാസമുണ്ടാക്കുന്ന തീരുമാനങ്ങളൊന്നും ഉണ്ടാവരുത്. ഇത്തരത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുന്ന യാതൊരുവിധ നിലപാടുകളും നമ്മുടെ അടുത്ത് നിന്നുണ്ടാവരുത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് സാമ്രാജ്യത്വത്തിനെതിരെ, നമ്മളെ ദ്രോഹിക്കുന്ന ജന്മിമാർക്കെതിരെ ഒക്കെയുള്ളൊരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ധാർമ്മികത ഉണ്ടാവണം എന്ന് ബോധിപ്പിച്ചുകൊണ്ടാണ് വാര്യംകുന്നൻ ആ ഒരു തെക്കേക്കളം യോഗത്തിൽ പ്രസംഗിക്കുന്നത്. ഒരുപാട് ആളുകൾ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. കൃത്യമായ കണക്ക് പുസ്തകം പറയുന്നുണ്ട്. ഒരുപാട് ആളുകൾ പങ്കെടുത്ത ആ യോഗത്തിൽ നാരായണൻ നമ്പീശൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ അവർ എടുക്കുന്നുണ്ട്. പിന്നീടുണ്ടായ അവരുടെ ഭൂപ്രദേശത്തിലേക്ക് കയറാൻ വേണ്ട പാസ് ഇഷ്യൂ ചെയ്യുന്നത്, അവരുടെ ഭൂപ്രദേശത്തിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ട പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത്, ഇത്തരത്തിലൊക്കെയുള്ള തീരുമാനങ്ങൾ തെക്കേക്കളം യോഗത്തിലാണ് ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു മലബാർ സമരം എന്ന് പറയുന്ന ഇത്ര ചെറിയൊരു കാലഘട്ടം നീണ്ടു നിന്ന ആ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വലിയ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് തെക്കേക്കളം യോഗത്തിലാണ്. പിന്നീട് ഈ പറഞ്ഞതുപോലെ പഴയ പട്ടാളക്കാരെയും ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച ആളുകളെയും കൊല്ലന്മാരെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കാനും യുദ്ധം നയിക്കാനും യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാനും വരുന്ന ദിവസങ്ങളിൽ വാര്യംകുന്നന് സാധിക്കുന്നുണ്ട്. അത്തരത്തിലൊരു യുദ്ധം തന്നെ പിന്നീടുള്ള ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. അവിടെയാണ് പിന്നീടുള്ള ചർച്ചകൾ വരുന്നത്. ആ യുദ്ധം ഒരു വർഗീയ ലഹളയായിരുന്നുവോ എന്നത്. അത് വർഗീയ ലഹളയായിരുന്നു എന്ന് വരുത്തി തീർക്കുക സ്വാഭാവികമായും തൊട്ടപ്പുറത്ത് ആരാണോ അതിനെ എതിരിടുന്നത് അവരുടെ ആവശ്യമായിരുന്നു. ഇതിന് കൃത്യമായ ഉദ്ദേശമുണ്ടായിരുന്നു. ഈ യുദ്ധത്തിന് കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അത് കേവലമായിട്ടുള്ള ഏതെങ്കിലും ആളുകളെ ഇത്തരത്തിൽ ഒപ്പമുള്ള സഹജീവികളെ കൊന്നു തീർക്കുക എന്നുള്ളതേ അല്ലായിരുന്നു. എന്നാൽ ഇതിനെ അങ്ങനെ ആക്കി തീർക്കേണ്ടുന്ന 3 വിഭാഗം ആളുകളുണ്ടായിരുന്നു. ഒന്ന്, സാമ്രാജ്യത്വത്തിൻ്റെ അധിപന്മാരായിട്ടുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ. ഈ യുദ്ധം പൊളിക്കുക അല്ലെങ്കിൽ ഈ സമരം പൊളിക്കുക അവരുടെ ആവശ്യമായിരുന്നു. 2, അവരുടെ കീഴിലുള്ള അടിയാന്മാരും അല്ലെങ്കിൽ കുടിയാന്മാരായിട്ടുള്ള ജനങ്ങളൊക്കെ യുദ്ധത്തിനിറങ്ങുന്നു, അവർക്കെതിരെ സമരപ്രഖ്യാപനം നടത്തുന്നു, അവരുടെ ഭൂമി നഷ്ടപ്പെടുന്നു എന്ന് കണ്ട് അതിൽ ആകുലത പൂണ്ട ജന്മിമാർ. 3ാമതായിക്കൊണ്ട് ഈ സാമ്രാജ്യത്വത്തിൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട്, അധികാരം കൊണ്ടും മറ്റെല്ലാം കൊണ്ടും ബെനഫിറ്റ് നേടിക്കൊണ്ടിരുന്ന ലോയൽ മാപ്പിളമാർ, ജന്മിമാർ പോലെ തന്നെ അത്തരത്തിൽ ബ്രിട്ടീഷുകാർ വളർത്തിയെടുത്തിട്ടുള്ള കുറച്ച് ആളുകൾ, ഇവരുടെ ആവശ്യമായിരുന്നു ഈ സമരത്തെ പൊളിക്കുക എന്നുള്ളത്. സമരത്തെ പൊളിക്കാൻ എല്ലാ കാലത്തും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇത് വർഗീയമാണ് അല്ലെങ്കിൽ ഇതേതെങ്കിലും തരത്തിൽ ഗൂഢലക്ഷ്യങ്ങൾ പേർന്നതാണ് എന്ന് പറയുന്നത്. ഇപ്പോഴും നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ തന്നെ അധികാരവർഗത്തിൻ്റെ പവറാണ് എല്ലാ കാലത്തും ചരിത്രങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. ഇപ്പോഴും മീഡിയ ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ജീവിക്കുന്ന ഇപ്പോഴത്തെ കാലത്ത് മീഡിയ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വാർത്തകൾ സൃഷ്ടിക്കുന്നതൊക്കെ ആരാണ്? ആ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. അധികാരവർഗത്തിൻ്റെ ടൂളാണ് മീഡിയകളെന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഈ ചെറിയ വള്ളുവനാട്, ഏറനാട് താലൂക്കുകളിൽ നടന്നു വന്ന സമരത്തെ ഒരു വലിയ വർഗീയ ലഹളയാക്കി ചിത്രീകരിച്ചുകൊണ്ട് നോർത്ത് ഇന്ത്യയിലും പുറത്തും, ഇന്ത്യക്ക് പുറത്തും ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾക്ക് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. ആ റിപ്പോർട്ടുകൾ കേട്ടറിഞ്ഞ് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ എന്ന് വെച്ചാൽ മതപരിവർത്തനം നടത്തുന്നു എന്ന വലിയ വാർത്തയുടെ പേരിൽ ഹിന്ദു പണ്ഡിറ്റുകളൊക്കെ ഇങ്ങോട്ട് വന്ന് ഇവിടെയുള്ള ആളുകളെ തിരിച്ച് അവരുടെ മതത്തിലേക്ക് ശുദ്ധീകരിക്കാൻ വേണ്ടി വന്നു എന്നൊക്കെയുള്ള ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രങ്ങൾ ഉണ്ടാവുന്നതിന് കാരണം അത്തരത്തിലുള്ള വാർത്തകൾ അന്നേ കൊടുക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഇവിടെ മാത്രമല്ല, അത് ലോകം മുഴുവനും അത്തരത്തിലുള്ളൊരു പ്രചരണം നടത്തുക എന്നുള്ള ബ്രിട്ടീഷ് തന്ത്രം ഉണ്ടായിരുന്നു.
അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. അല്ലാതെ വാര്യംകുന്നനും സംഘവും നയിച്ച ഒരു ഭരണത്തിന് കീഴിൽ ഏതെങ്കിലും തരത്തിൽ ഹിന്ദുവാണ് എന്നതുകൊണ്ട് പ്രശ്നം നേരിടേണ്ടി വരികയോ മുസ്ലിമാണ് എന്നുള്ളത് കൊണ്ട് സ്പെഷ്യൽ പ്രിവിലേജ് കിട്ടുകയോ ചെയ്തിട്ടുള്ള യാതൊരു സംഭവങ്ങളും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. ശിക്ഷ നടപടികൾ അവർ സമാന്തര കോടതികൾ സ്ഥാപിച്ചു വന്നിട്ടുണ്ട്. ആ സമാന്തര കോടതികളിൽ നിന്നുള്ള ശിക്ഷാവിധികളിൽ ന്യായമായിരുന്നു ഉണ്ടായിരുന്നത്, നിഷ്പക്ഷതയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ കുറ്റം ചെയ്തവന്, തെറ്റ് ചെയ്തവന് ശിക്ഷ ലഭിച്ചിരിക്കും. അവൻ മുസ്ലിമാണോ ഹിന്ദുവാണോ മറ്റേതെങ്കിലും ജാതിക്കാരനാണോ എന്ന് നോക്കിയിട്ടേ അല്ല. നിലവിലുണ്ടായിരുന്ന അന്നത്തെ കോടതി സിസ്റ്റങ്ങൾ പോലും, അന്ന് സവർണ ഹിന്ദുക്കൾ ഭരിച്ചിരുന്ന കോടതിയിലെ നിയമങ്ങളും അല്ലെങ്കിൽ നടപടികളുമൊക്കെ പലപ്പോഴും ഏറ്റവും കീഴ്ജാതിയിൽ നിൽക്കുന്ന മനുഷ്യനെ തിരിച്ചറിയാൻ പോലും അല്ലെങ്കിൽ അവരോടൊക്കെ സംസാരിക്കാൻ പോലും അവർക്ക് നീതി ലഭ്യമാക്കാൻ പോലും മടിച്ചു നിന്നിരുന്ന കാലമാണ്. ഒരു ഉദാഹരണം പറയുന്നുണ്ട്. താഴ്ന്ന ജാതിയിൽപ്പെട്ട ചെറുപ്പക്കാരൻ ഒരു കുറ്റം ചെയ്ത് എന്തോ തരത്തിലുള്ള ഇവർ കാണുന്ന ഒരു സീരിയസ് ഒഫൻസ് ചെയ്ത് കോടതിയുടെ മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോൾ ന്യായാധിപൻ പറയുന്നത്, നിനക്ക് ഈ തെറ്റിന് ഈ നിയമം പറയുന്ന ശിക്ഷയല്ല കിട്ടേണ്ടത്, നിനക്ക് കിട്ടേണ്ടത് അതിലും ഉപരിയായിക്കൊണ്ട് ജീവൻ തന്നെ പോകുന്ന തരത്തിലുള്ളൊരു ശിക്ഷയാണ്, നീ പോവുക എന്ന തരത്തിലൊക്കെ ഉത്തരം പറയുന്നുണ്ട്. അപ്പോൾ നിലനിൽക്കുന്ന കോടതി നൽകാത്ത നിഷ്പക്ഷമായ നീതിയുക്തമായ തീരുമാനങ്ങൾ നൽകാൻ ഒരു പക്ഷേ ഈ സമാന്തര ഭരണത്തിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിന് ശേഷം ഇത്തരത്തിലുള്ള പലതരത്തിലും ഈ യുദ്ധത്തെ പൊളിക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ഇവരുടെ ശ്രമങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിലും ഒരു സായുധ കലാപത്തിന് എല്ലാ കാലത്തും വലിയൊരു ശക്തിയോടെ ഏറ്റുമുട്ടി വിജയിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വാഭാവികമായിട്ടുള്ള പവറും അതുപോലെ തന്നെയുള്ള വീര്യവും ഇതിന് ചോർന്നു പോയിട്ടുണ്ട് പല സമയങ്ങളിലും. നയിക്കുന്നവർക്കല്ല, ഒരുപക്ഷെ കൂടെ നടക്കുന്നവർക്ക്. അത്തരത്തിൽ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും യുദ്ധത്തിലൂടെയും വാര്യംകുന്നൻ്റെ പടയെ കീഴടക്കാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പുസ്തകത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു വിവരണമല്ല ഉദ്ദേശിക്കുന്നത്. ഇതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. 1921 എന്നൊരു വർഷമുണ്ടായിട്ടുണ്ട്. അതിനു മുൻപും ശേഷവും നടന്ന ഒരുപാട് ചെറുത്തുനിൽപ്പുകളുടെ കഥ മലബാറിലെ മനുഷ്യന്മാർക്ക് പറയാനുണ്ട്, മാപ്പിളമാർക്ക് പറയാനുണ്ട്. അതേതെങ്കിലും തരത്തിൽ ഒരു വർഗീയത ഇൻറ്റൻഷനായിക്കൊണ്ട് മോട്ടീവായിക്കൊണ്ട് നടന്നിട്ടുള്ള സമരങ്ങളുമായിരുന്നില്ല. അത് കൃത്യമായിട്ടുള്ളൊരു തിരിച്ചറിവിൻ്റെ മുകളിലുണ്ടായിരുന്ന സമരമായിരുന്നു. അത് കൃത്യമായിട്ട് വലിയൊരു ശക്തിയോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കലായിരുന്നു. ഇനി ആ യുദ്ധങ്ങൾ മലബാറിലെ മാപ്പിളമാർക്ക് എന്ത് ബാക്കി വെച്ചു എന്നുള്ള ചോദ്യത്തിനൊരു പക്ഷേ നമുക്ക് നല്ലൊരു ഉത്തരമുണ്ടാവില്ല. യുദ്ധങ്ങൾ എല്ലാ കാലത്തും, പ്രത്യേകിച്ച് സായുധ വിപ്ലവങ്ങൾ എല്ലാ കാലത്തും മനുഷ്യരാശിക്ക് നന്മ ചെയ്തതായൊരു അറിവില്ല. സായുധ കലാപങ്ങൾ എല്ലാ കാലത്തും മനുഷ്യരാശിയെ പുറകോട്ട് വലിച്ചിട്ടേയുള്ളൂ. അത്തരത്തിലൊരു പുറകോട്ട് വലി മലബാർ റീജിയണിലും ഉണ്ടായിട്ടുണ്ട്. നിഷ്കളങ്കരായ മാപ്പിളമാരുടെയും നിഷ്കളങ്കരായ കീഴ്ജാതി മനുഷ്യന്മാരുടെയും ആത്മാർത്ഥമായിട്ടുള്ളൊരു പരിശ്രമം അവരെ നൂറ്റാണ്ടുകൾ പുറകിലോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കും വിധത്തിൽ അവരെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. വാഗൺ ട്രാജഡി ഒക്കെ നടന്നു കഴിഞ്ഞ നാടാണിത്. അങ്ങനെ വാര്യംകുന്നൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലേക്കും അദ്ദേഹം നയിച്ച ഒരു യുദ്ധത്തിൻ്റെ സമരത്തിൻ്റെ ഒക്കെ ചരിത്രത്തിലേക്കും ആണ് സുൽത്താൻ വാര്യംകുന്നൻ എന്ന പുസ്തകം നോക്കുന്നത്. ഒരു പക്ഷേ ഞാനൊക്കെ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച മാളു ഹജ്ജുമ്മയുടെയൊക്കെ വലിയ വിവരണങ്ങളൊക്കെ ഇതിൽ കുറവാണ്. പക്ഷേ വാര്യംകുന്നൻ്റെ 3 ഭാര്യമാരെക്കുറിച്ചും അതിൽ 3ാമത്തെ ഭാര്യയായി വന്ന മാളു ഹജ്ജുമ്മയെക്കുറിച്ചും പുസ്തകം പ്രതിപാദിക്കുന്നുണ്ട്. വളരെ മനോഹരമായി തന്നെ അന്ന് യുദ്ധത്തിലൊപ്പം നടക്കുകയും യുദ്ധം നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള മാളു ഹജ്ജുമ്മയെ പുസ്തകം പോർട്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലുപരിയായിക്കൊണ്ട് പള്ളി കമ്മിറ്റികളിൽ അംഗമാവുകയും വളരെ പവർ ഹോൾഡ് ചെയ്യുകയും ചെയ്തൊരു മാളു ഹജ്ജുമ്മയുണ്ട്. സ്വാഭാവികമായും ഇത് വാര്യംകുന്നൻ്റെ പുസ്തകമാണ്. മാളു ഹജ്ജുമ്മയെക്കുറിച്ച് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. അത് മറ്റൊരു തരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പുസ്തകം മാളു ഹജ്ജുമ്മയെയും പ്രതിപാദിക്കുന്നു. ഇത്തരത്തിൽ വാര്യംകുന്നൻ്റെ പേഴ്സണലായും
അദ്ദേഹം നയിച്ചൊരു യുദ്ധത്തിൻ്റെയും കഥയാണ് സുൽത്താൻ വാരിയംകുന്നൻ എന്ന് പറയുന്ന പുസ്തകം. പിന്നീട് പുസ്തകം അടച്ചു വെച്ച ശേഷമാണല്ലോ നമുക്ക് ഒരുപാട് ചർച്ചകൾ ഉണ്ടാവുന്നത്. ഇതിൽ ശരി എത്രയുണ്ട് തെറ്റെത്രയുണ്ട് എന്നുള്ളത് അത് വായനക്കാർക്ക് വിടുന്നു. അതിൽ ഇനിയും പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്. എല്ലാത്തിനും അനുബന്ധമായി റെഫറൻസുകൾ വെക്കുന്നുണ്ടെങ്കിൽ കൂടി ആ ആധികാരികതയും ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വായനക്കാരനുണ്ട്. പുസ്തകം മുന്നോട്ട് വെക്കുന്നത് ഇത്ര മാത്രമാണ്. ഇത് വാരിയംകുന്നൻ നയിച്ച സമരത്തിൻ്റെ കഥയാണ്, അല്ലാതെ 1921 എന്ന് പറയുന്ന മുഴുവൻ ചരിത്രത്തിൻ്റെയും ഒരു ആധികാരിക ഗ്രന്ഥമല്ല. മലബാർ സമരം എന്ന് പറയുന്നതിന് ഈ പുസ്തകത്തിലേക്ക് ഒരിക്കലും ചുരുക്കേണ്ടതുമില്ല. അത് വലിയ ഒരു കാലഘട്ടത്തിൻ്റെ വലിയ സമരത്തിൻ്റെ കഥയാണ്. പക്ഷേ അതിലുപരിയായിക്കൊണ്ട് ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാവുന്ന ആഖ്യാന രൂപത്തിൽ ഈ പുസ്തകം വാരിയംകുന്നൻ നയിച്ച സമരത്തെ പോർട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതിൽ നിന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നേരത്തെ സൂചിപ്പിച്ച പോലെ മലബാർ സമരത്തെ നമുക്ക് വാരിയംകുന്നനിലേക്ക് ഒതുക്കാനോ വാരിയംകുന്നനിലെ മലബാർ സമരം എന്ന് പറയുന്ന വലിയ സാധനത്തിലേക്ക് മുഴുവനായിട്ടും വ്യാപിപ്പിക്കാനോ നമുക്ക് സാധിക്കില്ല. മലബാർ സമരത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരുപാട് കാര്യങ്ങളിലൊന്നാണ് വാരിയംകുന്നൻ. ആ ഒരുപാട് കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു വാരിയംകുന്നൻ്റെ സായുധ സമരം. പക്ഷെ അതേ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള MP നാരായണ മേനോൻ്റെയും കട്ലശ്ശേരി മുസ്ലിയാരുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള കുടിയാൻ സംഘങ്ങൾ, അത് അവർ നയിച്ച അഹിംസാപരമായിട്ടുള്ള സമരങ്ങൾ, ഖിലാഫത്തിനെ എതിർത്ത ആളുകൾ, ഖിലാഫത്തിനെ അനുകൂലിച്ച ആളുകൾ, ഇത്തരത്തിലൊക്കെയുള്ള സമാന്തരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ്, ഒരുപാട് കാര്യങ്ങളാണ് മലബാർ സമരത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കേവല സായുധ സമരമല്ല, അത് ഒരു വലിയ വിപ്ലവാത്മകമായ ഏട് തന്നെയാണ്. പക്ഷേ സമരങ്ങളോ ചരിത്രങ്ങളോ അവിടെ അവസാനിക്കുന്നില്ല. ആ സമരം ആ കാലത്തെ മാപ്പിളമാരുടെ ഒരു പോരാട്ട വീര്യത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണമെന്ന് തോന്നുന്നു. യുദ്ധത്തിൻ്റെ അവസാന നാളുകളിൽ ബ്രിട്ടീഷ് പട്ടാളത്തിന് ഈ വരുന്ന മാപ്പിള സൈന്യത്തെ ഒരു തരത്തിലും കയ്യിൽ കിട്ടാതായപ്പോൾ ഖൂർക്കകളും ചിൻകസിൻസും ഒക്കെ ഇറങ്ങിയിട്ടാണല്ലോ ആ യുദ്ധത്തെ നേരിടുന്നത്. അഥവാ ഗറില്ല യുദ്ധതന്ത്രങ്ങളൊക്കെ ബ്രിട്ടീഷുകാർക്ക് ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോൾ ആ സമയത്ത് ഏറ്റവും ഒടുവിൽ യുദ്ധമൊക്കെ അവസാനിക്കാറായി എന്ന് നമ്മൾ പറയുന്ന സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യം, ഏറ്റവും ഒടുവിൽ യുദ്ധമൊക്കെ അവസാനിക്കാറാവുന്ന അത്രയും ദുർബലമായി വാരിയംകുന്നൻ്റെ സൈന്യം മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഹാജിപ്പാറയിലേക്ക് താമസം മാറ്റിയ സമയത്ത് അദ്ദേഹത്തെ സഹായിക്കാനൊക്കെയായി കൂടെ ഉണ്ടായിരുന്നത് ചെറുമന്മാരും ആദിവാസി ഗോത്രക്കാരും ഒക്കെയാണ്. കൃത്യമായി പറഞ്ഞാൽ ചോലനായ്ക്കൾ വിഭാഗത്തിലെ ആദിവാസികളാണ് അദ്ദേഹത്തിന് സുരക്ഷയൊരുക്കിയത് എന്നൊക്കെയുള്ളതാണ് പുസ്തകം പറയുന്ന ചരിത്രം. ഇത് കേവലമായി ഏതെങ്കിലും ഒരാളുകളുടെ കയ്യിൽ കേന്ദ്രീകരിക്കപ്പെട്ടതായിരുന്നില്ല. ഇത്തരം അധസ്ഥിത വർഗങ്ങളൊക്കെയും ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു സമരമായിരുന്നു, ഒരു യുദ്ധമായിരുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സമരങ്ങൾ പല രൂപത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടും ഒരുപക്ഷെ വളരെ വിപ്ലവാത്മകമായ രൂപത്തിൽ ഒരു വലിയ കാലം നീണ്ടു നിന്ന മലബാറിലെ ചെറുത്തുനിൽപ്പിനെ ബാക്കിയുള്ള ഇടങ്ങളിലെ ചെറുത്തുനിൽപ്പിൻ്റെ അത്രയും ചരിത്ര പ്രാധാന്യത്തോടെ എവിടെയും രേഖപ്പെടുത്തി നമ്മൾ കണ്ടിട്ടില്ല. പിന്നീട് മലയാളത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള പല പബ്ലിഷിംഗ് ഹൗസുകളും, പ്രത്യേകിച്ച് ഗ്രേസ് പോലെയുള്ള പബ്ലിഷിംഗ് ഹൗസുകളൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് അത്തരത്തിൽ ഒരു പക്ഷേ വലിയൊരു സമരത്തിന് നേതൃത്വം നൽകിയ വാരിയംകുന്നനെ കുറിച്ചുള്ള എല്ലാ രേഖകളും നശിപ്പിച്ച് കളയണമെന്ന് ഹിച്ച്കോക്കിൻ്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ സാമ്രാജ്യത്വം തീരുമാനിച്ചിടത്ത് നിന്ന് ഒരു സമരപ്രഖ്യാപനമായിക്കൊണ്ട് അത് കണ്ടെത്തുക എന്നുള്ള പുസ്തകമായിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ടാണ് സുൽത്താൻ വാരിയംകുന്നൻ എന്ന് പറയുന്ന പുസ്തകം. മറ്റ് പല പുസ്തകങ്ങളിലും പരാമർശിച്ചു പോകുന്ന ചെറിയ കഥയെ അതിലുമുപരിയായിക്കൊണ്ട് വാരിയംകുന്നൻ്റെ ജീവിതം മാത്രം സ്പെസിഫിക്കലി പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകമാക്കി പുറത്തിറക്കുക എന്നുള്ളൊരു ടാസ്ക്കാണ് സുൽത്താൻ വാരിയംകുന്നൻ എന്നുള്ള പുസ്തകം എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നിർവഹിച്ചിട്ടുള്ളത്. പറഞ്ഞതുപോലെ അതിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വായനക്കാരനുണ്ട്. അത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കട്ടെ. ചർച്ചകളാണല്ലോ എല്ലാ കാലത്തും ഏറ്റവും മികച്ച റിസൾട്ടിലേക്ക് നമ്മളെ എത്തിക്കുന്നത്.
മോശമല്ലാത്തൊരു വായനാനുഭവം, നല്ലൊരു വായനാനുഭവം ഈ പുസ്തകം തരും എന്നുള്ളതിൽ സംശയമില്ല.